നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. യഥാർത്ഥ സുഹൃത്തുക്കളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അവർ നമുക്ക് താങ്ങായതുപോലെ അവരുടെ ഏതൊരു ആവശ്യങ്ങൾക്കും നമ്മളും അവരുടെ കൂടെ നിൽക്കണം. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. നമ്മുടെ സങ്കടങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ മറ്റൊരാളുമായി പങ്കുവെക്കരുത്. കാരണം നിങ്ങളുടെ സങ്കടത്തിലും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് ഓർമ്മ വേണം. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്ന് ഓർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോവുക. അനുകമ്പ ഉള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. എത്രയൊക്കെ സ്വയം പര്യാപ്തമെന്ന് പറഞ്ഞാലും മറ്റൊരാളുടെ നല്ല വാക്ക് നൽകുന്ന ഊർജവും ഊഷ്മളതയും ഒന്ന് വേറെ തന്നെയാണ്. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ മറ്റുള്ളവരുടെ കുറവുകൾ ഉയർത്തിക്കാണിക്കുന്നവർ എന്നും സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ചെറുതായി കൊണ്ടിരിക്കും. എത്ര വലിയ സിംഹാസനത്തിൽ എത്തിയാലും ഞാൻ എന്ന ഭാവത്തെ കൂട്ടുപിടിച്ചാൽ അവിടെ വിനയത്തോടൊപ്പം വിജയവും പിന്മാറും. വ്യക്തിത്വം എന്നത് ജീവിതത്തെ ഫലപ്രദമായി നയിക്കാൻ ആവശ്യമായ പ്രേരക ശക്തിയാണ്. നിങ്ങൾ അവസരം കൊടുക്കാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും.